നമസ്കാരം, അമൃത. പവി കെയർ ടേക്കർ. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ദിലീപിന്റെ ന്യൂ റിലീസസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ ഈ ഒരു സിനിമയുടെ പ്രീ റിലീസ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദിലീപ് വന്നിട്ട് വളരെ വിഷമത്തോടുകൂടി, പക്ഷേ ദിലീപിന് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ ഈ ഒരു സിനിമ വളരെ അനിവാര്യമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതായിട്ട്. അപ്പൊ അത്രയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ദിലീപ് എന്ന് പറയുന്ന ഒരു ജനപ്രിയ നായകൻ എന്നുള്ളൊരു ടാഗ് ലൈൻ ഒക്കെ കിട്ടിയ ഒരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക്കിന്റെ ഒരു അട്രാക്ഷനൊക്കെ പിടിച്ചെടുത്ത ഒരു നടനാണ്. ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ലോ ബഡ്ജറ്റ്, പക്ഷെ ഭയങ്കര ഹൈ ബഡ്ജറ്റ് അല്ലാണ്ട് ഒരു മീഡിയം ബഡ്ജറ്റിൽ വരുന്ന സിനിമകളെല്ലാം ദിലീപിനെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും സാധാരണക്കാരന്റെ ജീവിതമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്നത് ലോക്കൽ പീപ്പിളിന്റെ ഇടയിൽ വർക്കാവും. അപ്പൊ അങ്ങനെ വിജയിച്ച നിരവധി സിനിമകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ടാണ് ശരിക്കും ജനപ്രിയ നായകൻ എന്നുള്ള ആ ഒരു ബ്രാൻഡിങ് ദിലീപിന് കിട്ടിയത്. പക്ഷെ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദിലീപ് എന്ന ആക്ടർ ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവൻ ചില സീൻസിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു യൂഷ്വൽ സ്റ്റൈൽ തന്നെയാണ്. അതായത് വെറുതെ ഇങ്ങനെ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കുറെ പെർഫോം ചെയ്യും. പൊതുവെ മിമിക്രി കലാകാരന്മാർക്കെല്ലാം ചെറിയ ചെറിയ ജസ്റ്റേഴ്സും ഒക്കെ വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ചിരിപ്പിക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിലൊരു അസാമാന്യമായിട്ടുള്ള ഒരു പ്രതിഭയുള്ള ഒരു നടനാണ് ദിലീപ്. അപ്പൊ അതൊക്കെ അദ്ദേഹം ആ ഒരു പഴയ ഒരു ഓൾഡ് വൈനിന്റെ ന്യൂ ബോട്ടിൽ എന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹം ആ പഴയ സ്റ്റൈലിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ ചാർലി ചാപ്ലിനൊക്കെ കാണിക്കുന്ന പോലുള്ള വീഴ്ചകൾ, അതായത് സ്റ്റെയറിനൊക്കെ ചെന്ന് വീഴുന്നതായിരുന്നാലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് കോമഡി ഉണ്ടല്ലോ, അതായത് പെർഫോമൻസ് ചെയ്തെടുക്കേണ്ട കോമഡി, അതൊക്കെ അദ്ദേഹം ഈ പ്രായത്തിൽ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒത്തിരി ഏജ് ആയിട്ടുണ്ട്, അത് ഫേസിലൊക്കെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതിലും അദ്ദേഹത്തിന്റെ എഫേർട്ട് വളരെ വലുതായിട്ട് തോന്നി. എന്നാൽ സ്ക്രിപ്റ്റും മോശമൊന്നുമല്ല, നല്ലൊരു തിരക്കഥയുള്ളൊരു സിനിമയാണ്. പക്ഷെ ഇത് റെൻഡർ ചെയ്തിരിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ ഒരു സിനിമയായി മാറിയിരിക്കുന്നതിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഞാൻ അവസാനമായപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അത് തലേദിവസം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എങ്കിലും എനിക്ക് അങ്ങ് പിടിച്ചിരുത്തി കണക്കുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന ജസ്റ്ററൽ കോമഡി അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ട് മടുത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബോറടി ഫീൽ ചെയ്തു. എങ്കിലും അദ്ദേഹം കുറച്ചും കൂടെ പുതുമ വരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ദിലീപ് എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും അത് ആ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ളൊരു ടൈമിംഗ് പെർഫെക്ഷൻ, അത് എവിടെയൊക്കെ ആ സീനിന് ആളെന്തൊക്കെ പെർഫോം ചെയ്ത് വെച്ചു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ, അതായത് പ്രോപ്പർലി വെൽ സോക്കറ്റഡ് ആകാത്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു സിങ്ക്രണൈസ് ആകാത്ത രീതിയിലുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അത് നമുക്ക് വിഷമം തോന്നുന്നത് ദിലീപ് എന്ന ആക്ടർ നന്നായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന സാധ്യതകൾ, അദ്ദേഹത്തിന് ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതിന്റെ ലിമിറ്റേഷൻസ് അത് വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. അതായത് കൂടുതലൊന്നും അദ്ദേഹത്തിന് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനില്ല. വെറുതെ ഇങ്ങനെ ഒരു ജസ്റ്ററൽ കോമഡിയിലൂടെയൊക്കെ കൊണ്ടുപോകാന്നുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ത്രെഡ് ഉണ്ട്. ഐ മീൻ ഒരു NRI ആയിട്ടുള്ള എന്നാൽ കുടുംബമൊക്കെ നോക്കേണ്ടി വന്നിട്ട് അവരുടെ സ്വന്തം ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ കുടുംബമൊക്കെ നോക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒത്തിരി സാധ്യതകളുണ്ട്. അത് കുറെയൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വൈസ് നമുക്ക് അവിടെയൊക്കെ ആ ഒരു ഇമോഷണൽ ഏരിയയൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ദിലീപ് എന്ന ആക്ടറിന്റെ സാധ്യതകളൊക്കെ കുറച്ചെങ്കിലും അതിനകത്ത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതും അങ്ങ് പ്രോപ്പർലി എക്സിക്യൂട്ട് ആകാത്ത രീതിയിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു പക്ഷേ ഡയറക്ടറുടെ ഒരു എക്സ്പീരിയൻസിന്റെ കുറവാണോ എന്ന് അറിയത്തില്ല. അദ്ദേഹം വേറെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, വിനീത് എന്ന് പറയുന്ന നടൻ. അദ്ദേഹം ഇതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. എന്തൊക്കെയോ ഒരു ഡയറക്ഷൻ പ്രശ്നം. കാരണം ഈ സെയിം സ്ക്രിപ്റ്റ് വേറെ ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ് ഈ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട്. കാരണം ഇതിന്റെ പല സീനുകളിലും നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചങ്ങ് ആസ്വദിക്കേണ്ട സീനുകളാണ്. പക്ഷെ എങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള നമുക്ക് ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ച് ചിരിക്കുന്ന ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിലോട്ട് അത് എത്തിയില്ല. ഇതിപ്പോ സിനിമയെ നെഗറ്റീവ് പറയല്ല, എനിക്ക് ഓവറോൾ സിനിമയുടെ സ്ക്രിപ്റ്റും അവസാനം കൊണ്ടുവരുന്ന ട്വിസ്റ്റ് എന്നല്ല, ട്വിസ്റ്റ് പോലെയാണ് സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്നത്. അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഒരു ത്രെഡ് അങ്ങനെ ഒരു പല ലേയേഴ്സ് ആയിട്ട് സിനിമ പോകുന്നതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് ആ ഒരു വാവ് ഫാക്ടർ ചിരിപ്പിക്കുന്നതിലായിരുന്നാലും എല്ലാത്തിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ് ചെയ്താണ് എനിക്ക് തോന്നി. പക്ഷെ അൾട്ടിമേറ്റ്ലി ദിലീപ് എന്ന നടന്റെ ഒരു തിരിച്ചുവരവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കംബാക്കിന് വേണ്ടി ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങിൽ അദ്ദേഹം നന്നായിട്ട് തിരിച്ചു വരാനായിട്ട് ഈ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്. പഴയ ഒരു ദിലീപിനെ നമുക്ക് ഏകദേശമൊക്കെ ഇതിനകത്ത് കാണാം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ എന്താ പറയുക ഫേസിലൊക്കെ വന്ന മാറ്റങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കത് അത്രത്തോളം ഒരു വെൽ ടൈംഡ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ മൂവിക്ക്. എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കോമഡി ചെയ്ത രംഗങ്ങളിൽ ഒരു മരപ്പട്ടി പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണത്. പക്ഷെ അവിടെയും ആർട്ടിഫിഷ്യൽനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പണ്ട് തമിഴ് സിനിമകളിലൊക്കെ ഇങ്ങനെ കോമഡി എന്ന് പറയുന്ന ഒരു സ്കിറ്റ് പോലെ അതിനകത്ത് കൊണ്ട് ഇങ്ങനെ കയറ്റി വയ്ക്കും. അത് സിനിമ ഇങ്ങനെ വെക്കൊണ്ടിരിക്കും, സിനിമ അവിടെ വെച്ചൊരു ബ്രേക്ക് എടുത്ത കണക്ക് ഇനി നമുക്ക് കുറച്ച് കോമഡി ആവാം എന്നുള്ള രീതിയിൽ ഒരു കോമഡി ഒരു സ്കിറ്റ് തന്നെ, പെർഫെക്റ്റ് ഒരു സ്കിറ്റ് അതിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റും. അപ്പൊ അത്തരത്തില് അങ്ങനല്ല, ഇത് ത്രൂ ഔട്ട് ഇതിൽ തന്നെ സിങ്കായിട്ട് തന്നെയാണ് ഈ സംഭവം വരുന്നത്. പക്ഷേ എങ്കിൽ എവിടെയൊക്കെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽനെസ് ഫീൽ ചെയ്തു. ആ ഒരു കോമഡി പാർട്ടിൽ പോലും ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽനെസ് ഫീൽ ചെയ്തു. എനിക്ക് ഏറ്റവും ഹാർഡായിട്ട് തോന്നി അദ്ദേഹം ഒരുപാട് വീഴ്ചകൾ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോയിരുന്നാലും അതൊന്നും സ്ട്രിങ്സ് ഒന്നും വെച്ചിട്ടുള്ള പരിപാടിയൊന്നും അല്ല. അദ്ദേഹത്തിന്റെ കോമഡിയുടെ ഭാഗമായിട്ടൊരു ജസ്റ്ററിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെന്ന് മറിഞ്ഞൊക്കെ വീഴുന്നതാണ്. അപ്പൊ അതൊക്കെ ഒരു വലിയ എഫേർട്ടാണ്. അദ്ദേഹം വെറും ചെറുപ്പക്കാരനല്ല. അപ്പൊ ഇത്രയും ഏജ് ആയി വരുന്ന ഒരു കാലഘട്ടത്തിലും അദ്ദേഹം അങ്ങനെ വീണൊക്കെ ഉള്ള കുറേ സീനുകൾ ഇതിനകത്തുണ്ട്. അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ എഫേർട്ടിന് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാനും തോന്നുന്നുണ്ട്. പിന്നെ ടെക്നിക്കലി സിനിമാറ്റോഗ്രാഫി ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൗണ്ടിങ് ഇതിനകത്ത് മിഥുൻ മുകുന്ദനാണ് ചെയ്തിരിക്കുന്നത്. മിഥുൻ മുകുന്ദൻ എന്നുള്ള പേര് നല്ല മ്യൂസിക് ഒക്കെ ചെയ്യുന്ന ഒരു പേരായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു നമ്മുടെ കന്നഡ മൂവീസിലൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ എങ്കിലും ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഭയങ്കര ഒട്ടും അങ്ങോട്ടൊരു സുഖമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ആ ഒരു സറൗണ്ട് സൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ അഡീഷണൽ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സിനിമയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് മാറി നിൽക്കുന്നതാണൊക്കെ തോന്നി. അപ്പൊ അവിടെയാണ് ഒരു ലേറ്റസ്റ്റ് ഇന്നത്തെ കാലത്ത് സിനിമയ്ക്ക് എന്ത് വേണമെന്നുള്ളത് ഒരു 15 ഇയേഴ്സ് ബാക്കുള്ള ഒരു സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ഒരു 15 ഇയേഴ്സ് ബാക്കുള്ള ഒരു അഭിനയ ശൈലിയിലും ഈ മ്യൂസിക് എടുത്ത് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് മുഴപ്പിച്ച് കയറ്റി വെച്ച കണക്കുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. സീനുമായിട്ട് ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള കുറെ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്തൊന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. പക്ഷെ ഒരു തരത്തിൽ സിനിമയ്ക്ക് ആ സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെയുള്ള സീനുകളൊക്കെ കുറച്ചും കൂടെ മെച്ചമായിട്ട് തോന്നി. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോഴത്തേക്ക് ടോം ആൻഡ് ജെറിയിലൊക്കെ കാണുന്ന കണക്ക് ഒരു പെർഫോമൻസ് കോമഡി വരുന്ന സമയത്ത് ഭയങ്കര കാർട്ടൂണൊക്കെ കാണിക്കുന്ന കണക്കുള്ള കുറെ മ്യൂസിക്കാണ്. അതാ തിയേറ്ററിൽ ഇങ്ങനെ ഭയങ്കര ഒരു സറൗണ്ട് എഫക്റ്റിലൊക്കെ അത് കിടന്ന് അടിക്കുന്നതാകുമ്പോഴത്തേക്ക് നമുക്ക് സിനിമയായിട്ട് അതുമായിട്ട് കണക്ട് ആകുന്നില്ല. ഇത് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് കുറെ സാധനങ്ങൾക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന കണക്കുള്ള ഒരു ഫീലായിരുന്നു. അതെന്നാൽ അതിന് അനുയോജ്യമായിട്ടുള്ളൊരു BGM ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടായിരിക്കാം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കണക്ക് എന്തോ ഒരു സംഭവമായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പാട്ടുകളും ഒക്കെ ഒരു ഡിഫറെന്റ് കമ്പോസിഷൻ ആയിട്ട് തോന്നി. പഴയ ശൈലിയിലൊക്കെ വിഷ്വൽസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു തിരുവോണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോങ് ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ ഒരു സെലിബ്രേഷൻ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെയാണ് സിനിമയെ ശരിക്കും ബാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ ഇപ്പോഴത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സൗണ്ടും ഒക്കെ അങ്ങനെ എല്ലാം ഈക്വലി നന്നായി വന്നാൽ മാത്രമേ നമുക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് അത്രയും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇതിലൊന്ന് മിസ് ചെയ്ത് കഴിഞ്ഞായിട്ടുള്ള എഫക്ട് എൻറ്റയർ മൂവി എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ എന്തായാലും സിനിമ ഓവറോൾ ഓക്കെ, ബട്ട് നോട്ട് അപ് ടു ദാറ്റ് മാർക്ക്. വലിയ എക്സ്പെക്ടേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ദിലീപ് ഇങ്ങനെ വന്ന് പറയാൻ കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു സിനിമ കാണാമെന്ന് വെച്ചത്. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ എത്തിയില്ല. ബട്ട് ഓക്കെ, ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് ഈ പഴയ ടൈപ്പ് ഓഫ് മൂവി മേക്കിങ്ങിൽ നിന്ന് മാറി ഇപ്പോഴത്തെ ന്യൂജൻ മൂവി മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിയലിസ്റ്റിക് കൈൻഡ് ഓഫ് അപ്രോച്ചാണ് എല്ലാവരും പിടിക്കുന്നത്. അപ്പൊ അത് നമ്മൾ കണ്ടിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ട് കുറച്ചും കൂടെ ഒരു ടെമ്പോ കൂട്ടിയുള്ള ഒരു പെർഫോമൻസുകൾ, പ്രത്യേകിച്ച് ആവേശം പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മളിത് കാണുമ്പോഴത്തേക്ക് നമ്മളൊത്തിരി ബാക്കിലോട്ട് പോയി കുറച്ചൊരു 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ ബാക്കിലുള്ള ഒരു ദിലീപ് കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച കണക്ക് തോന്നി. അപ്പൊ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനൊത്ത ഒരു ടെമ്പോ അല്ല, അല്ലെങ്കിൽ ആ ഒരു ടൈമിംഗ് അല്ല സിനിമ കൊടുക്കുന്നത്. അവിടെയൊക്കെയാണ് എനിക്ക് എന്തൊക്കെ പാകപ്പിഴകൾ തോന്നിയത്. അപ്പൊ എന്തായാലും ഓക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമ ദിലീപിന്റെ എഫേർട്ട്, ദിലീപ് എന്ന ആക്ടർ ഒരു കംബാക്കിന് വേണ്ടി അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഒത്തിരി അങ്ങ് ബോറടിപ്പിച്ചില്ല. അതുകൊണ്ട് ഔട്ട് ഓഫ് 10 ഒരു 7 റേറ്റ് ചെയ്യുന്നു IMDbയിൽ. ഇനിയിപ്പോൾ ഒരുപാട് തമിഴ് സിനിമകൾ വരുന്നുണ്ട്. പുതുതായിട്ട് കാണുന്ന ഒരു സിനിമയുടെ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.